ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. വളരെ നിശബ്ദമായിട്ടുള്ള ഒരു പടമല്ല ഞാൻ പറയാൻ പോകുന്നത്. വളരെ വയലൻസ് നിറഞ്ഞ ഒരു മാർക്കോ എന്നും ഞാൻ പറയില്ല, ബട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ, ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലർ ജേണലിൽ വരുന്ന ഒരു സിനിമയാണ് ദ പ്രോസിക്യൂട്ടർ. ഇതൊരു ചൈനീസ് പടമാണ്. 2024 റിലീസ് ചെയ്തത്. ആൻഡ് ആമസോൺ പ്രൈമിലും ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ടോ എന്നറിയില്ല. ആമസോൺ പ്രൈമിൽ നമുക്ക് പടം അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പടത്തിൻ്റെ വിശേഷമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബട്ട് അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്, ഒരു പ്രോസിക്യൂട്ടർ ഒരാൾ വളരെ തെറ്റായിട്ട് അല്ലെങ്കിൽ ഫേക്ക് കേസിൽ പെട്ട് കിടക്കുകയാണ്. ഒരു ഡ്രഗ് കേസിൽ. ഈ ഒരു ഡ്രഗ് കേസിൽ പെട്ടതിന് ശേഷം ഇയാളെ രക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇയാളുടെ ആ കേസ് തെറ്റാണ് എന്ന കേസിൽ പെട്ടത് ആരെ കുടുക്കിയതാണെന്നുണ്ടെങ്കിൽ അയാളെ തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് നമ്മുടെ പ്രോസിക്യൂട്ടറായിട്ടുള്ള നായകൻ. ഇതിന് ശേഷം ഉണ്ടാകുന്ന സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ അതിനോടിയിട്ടുള്ള യാത്ര, ഇൻവെസ്റ്റിഗേഷൻസ്, അതിനിടയിൽ വരുന്ന ഫൈറ്റ് സീക്വൻസ്, ഇതൊക്കെയാണ് കാണിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു പടമാണ്, പക്കാ ക്വാളിറ്റിയുള്ള പടമാണ്. ഉറപ്പായിട്ടും നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ്. നല്ലൊരു ആക്ഷൻ പടമൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റോറി ബേസിൽ നമുക്ക് ജസ്റ്റ് ഓക്കെയാണ്. ഒരു വൺ ടൈം വാച്ചബിൾ പടം. സോ ആ ഒരു ലെവലിൽ ഒന്ന് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ് ദ പ്രോസിക്യൂട്ടർ. സോ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്ത് ലീവ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഹിറ്റ്മാൻ സിനിമയിലൊക്കെ ഉള്ള മച്ചാനാണ് ഇതിനുള്ളിൽ നായകനായിട്ട് വരുന്നത്. സോ എനിക്ക് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് ആ ഒരു സിനിമ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിങ്ങനൊരു ലെങ്തി വീഡിയോയിൽ വരുന്നത്. സോ നല്ല പടമാണ് ഗൈസ്, ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക.